മോളെ എനിക്ക് പോകാനായോ? ചോറ് കൊണ്ടുപോകണ്ടേ? കറി ആവുന്നേ ഉള്ളൂ. എന്നാ പിന്നെ വേണ്ടമ്മേ, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം, എനിക്ക് സമയമായി. ചോറായി മോളെ, പരിപ്പും വെന്തു. ഇനിയിപ്പോ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചിടേണ്ട ആവശ്യമുള്ളൂ. എന്നാ ഇനി അമ്മ തിരക്ക് കൂട്ടാൻ നിൽക്കണ്ട, പതുക്കെ ഉണ്ടാക്കിയാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് സഹായിക്കുമല്ലോ. പിന്നെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കണേ അമ്മേ. കുഞ്ഞുങ്ങൾ നീ പറയണം മോളെ, ഞങ്ങൾ നോക്കില്ലേ. എന്നാ ഞാൻ റെഡി ആവട്ടെ. അമ്മ ഇതമ്മ കുഞ്ഞ് സ്റ്റെയർ കേസ് കയറാൻ സമ്മതിക്കല്ലേ? വാ ഇതമ്മേ. ഓ ജോലിക്ക് പോയിക്കോട്ടെ മോനെ. ഇല്ലടാ മോനെ, വീട് സ്റ്റെയർ കേസ് കയറാൻ സമ്മതിക്കല്ലേ? ഇല്ല ഞാൻ നോക്കിക്കോളാം. നേട്ടൻ അനിയത്തിയും കൂടി കളിച്ചു കേട്ടോ. കുറച്ച് നേരം റിമോട്ട് മാറ്റി വെച്ചോ, TV കണ്ടോണ്ടിരിക്കണ്ട നീ ആ മോനെ. ഇല്ല, വെക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പഠിക്കൊക്കെ ചെയ്തോട്ടോ. ഫുൾ ടൈം TV കാണാൻ വിടണ്ട. ശരി അമ്മ, ഞാൻ അറിഞ്ഞട്ടെ. മറ്റേ ഈ കുഞ്ഞിന് കഞ്ഞിലൊക്കെ ഗോതമ്പുറമാണ് ഇതാ 2 പാക്കറ്റ്. കിട്ടിയോ? അവിടെ കൊണ്ട് വെക്കും സുഖട്ടെ, ഞാനിപ്പോ വരാം. ഇന്ന് ഞാൻ വെക്കുന്നുണ്ട്. എടി ഇവിടെ എന്ത് പണി ചെയ്ത്? ഇന്നും എന്റെ കൂടെ ചോറ് കൊടുത്തു വിട്ടില്ലേ? എടി വന്റെ എന്താ എന്ത് പണി ചെയ്ത്? പച്ചക്കറി മുറിച്ച് അവിടെ തന്നെ വെച്ചില്ലേ? ഇന്നും എന്റെ കൂട്ടർക്ക് ചോറ് കൊടുത്തു വിട്ടില്ല. അന്ന് കുഞ്ഞു നേരത്തെ എണിച്ചേ, ഞാനാണ് ഇത്തിരി ഉറങ്ങിയും പോയി. ഒന്നും ആയില്ല. ഞാൻ രാവിലെ ദോശയും ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. ചോറായിട്ടുണ്ട്. അവള് പറഞ്ഞു കറിയാക്കാൻ സമയമില്ല, പതുക്കെ ആക്കിയാൽ മതിയമ്മ പറഞ്ഞിട്ട് അവളങ്ങ് പോയി. അതെന്ത് കഴിക്കും മട്ടാ? ചായ കടി എന്ത് കഴിക്കും? അതിന്റെ കോരമില്ലാണ്ട് ഇവറ്റകള് വന്നാ പിന്നെ എത്രാമത്തെ പ്രാവശ്യമായി ഈ ചെക്കനെയും കൊണ്ട് നിങ്ങൾ മോള് പോകുന്നത്? നിനക്കിപ്പോ എന്താ കുഴപ്പം? ഇന്നലെ നിന്നെ കൊണ്ട് ഞാൻ പോയതല്ലേ മോളിലേക്ക്. അപ്പൊ നീയല്ലേ പറഞ്ഞേ ഹേവന് കൂട്ടണ നിനക്ക് എന്തൊക്കെയോ കുറെ സാധനങ്ങൾ വാങ്ങാണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോ ഒരുപാട് ലേറ്റ് ആവുന്നു. നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ടാ. പോകുന്നിടത്തേക്കൊക്കെ ഈ ചെക്കനെയും കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? ചില്ലറ ചെലവാണോ വരുത്തുന്നത്? 1000-2000 രൂപ ചെലവാക്കാണ് നിങ്ങൾ തിരിച്ചു വരില്ല. ആ ചെക്കനാണെങ്കിൽ വായ തുറന്നാൽ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ശല്യങ്ങൾ ഇവിടുന്ന് പോയി കിട്ടിയാലേ ബാക്കിയുള്ളവർക്ക് സമാധാനം ഉണ്ടാവും. എന്റെ പെങ്ങളെ കുട്ടീനെ ഞാനല്ലാണ്ട് പിന്നെ വേറെ ആരാ കൊണ്ടുപോവുക? നീ ഇങ്ങനെ റൂമിൽ തന്നെ ഇരുന്നിട്ടേ ഒരുപാട് സമയങ്ങൾ നിൽക്കണ്ട. അടുക്കള ചെന്ന് അമ്മേനും സഹായിക്കേ. കേക്കൂട്ടാ വാ വാ, നിങ്ങൾ പോയിട്ട് കേട്ടോ. കുഞ്ഞുറങ്ങിയോ? മോനെയും കൊണ്ട് പുറത്തു പോയിട്ടുണ്ട്. ഇപ്പൊ ആ കുട്ടി പോകുമ്പോ എന്തെല്ലാം പറയുന്നുണ്ട്. ഇനിയിപ്പോ അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വൈരം പറഞ്ഞു കൊടുക്കില്ല. ഇപ്പൊ അടുക്കളയിൽ വരിക, എന്നെ ഒന്ന് സഹായിക്കുക ഒന്നുമില്ല. ആദ്യം മോള് വന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നുണ്ട് അവള്. ഇപ്പൊ ഒന്നുമില്ല. ഭക്ഷണമായ വന്ന് കഴിക്കും, മൊബൈൽ നോക്കും, മിണ്ടാതിരിക്കും. നമ്മുടെ മോള് ഒരുപാട് വിഷമിക്കുന്നില്ലേ? ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നില്ലപ്പോ. ഇപ്പൊ അവളുടെ അമ്മായിയമ്മയൊക്കെ ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. മോള് പോകില്ല എന്ന് തന്നെ പറയുക. എങ്ങനെ പോകാനാ? കള്ളും കുടിച്ച് ഏത് നേരവും അവനെ ഉപദ്രവിക്കാൻ വന്നാലോ? കുഞ്ഞു കുട്ടിയല്ലേ. കുട്ടിനെ പോലും അടിക്കാനൊക്കെ പോയി എന്ന് പറഞ്ഞാലേ കുഞ്ഞിനെയും വിശ്വസിച്ചിട്ട് അവൾ എങ്ങനെ അവരുടെ അടുത്ത് കൊടുത്തിട്ട് ജോലിക്ക് പോകാനാ? ഇനി അവൾ തീരെ പോകുന്നില്ല എന്നാ പറയണ. ആ ബന്ധം അങ്ങ് വേറെ പെടുത്തുക. നമ്മളെ കുഞ്ഞിനെയും കൊണ്ട് അയച്ചിട്ടുണ്ടെങ്കിലേ 2 മക്കളുടെയും കൊണ്ട് ഇനിയിപ്പോൾ അവളിനെ അയച്ച് ശരിയാവില്ല. അവള് പോകുന്നില്ല പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തിരക്കി പിടിച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടി എന്തെങ്കിലും ചെയ്തു പോയാലോ? ഇപ്പൊ ഇവള് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവളിവിടെ ഇരുന്ന കാരണം. എൻ്റെ മോള് ജോലി വിട്ട് വന്ന അവളൊരു കുട്ടി മിണ്ടുന്നുമില്ല, ഒന്നുമില്ല.
അവളിപ്പോ നമ്മളുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് വരെടുക്കുക ചെയ്യും. അവള് വന്നാൽ തീരെയും പുറത്ത് വരില്ല, വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അകത്തിരിക്കും. എന്റെ അവസ്ഥ വന്നില്ലേ ദൈവമേ. ഇനി ആ കുട്ടിന്റെ കാര്യം മൈൻഡ് ചെയ്യണ്ട, അതങ്ങ് വിട്ടാക്ക്. ഇനി അവളിപ്പോ അടുത്ത് നമ്മൾ മോളെയും കുട്ടി പുറത്താക്കാൻ പറ്റുമോ? തള്ളിവിടെ നല്ല കാര്യമായി. അവളിവിടെ ഇരുന്നോട്ടെ, എൻ്റെ മോൾ എത്ര അനുഭവിച്ച് അവിടെ ഇരുന്നിട്ടറിയോ. അപ്പോഴൊക്കെ നോക്ക് മോളെ നോക്ക്, കുറച്ചും കൂടി നോക്ക്, കുറച്ചും കൂടി നോക്കാൻ പറഞ്ഞു. അപ്പൊ മക്കൾ രണ്ടുമായി. ഇനി എന്നാലും അവളെ അയച്ചു വിടില്ല. നല്ലൊരു ജോലിയായി കൊടുത്തിട്ടില്ല നമ്മൾ അവൾക്ക്. അപ്പൊ നമ്മളാരും അവളെ നോക്കുകയും വേണ്ട. അവളുടെ ശമ്പളം കൊണ്ട് അവൾക്കും കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ കഴിയാനുള്ളതുണ്ട്. ഇനിയെല്ലാം വരുന്ന പോലെ കാണാം. ഞാൻ കുഞ്ഞെണിക്കുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കട്ടെ കഴിക്കേ. അടുക്കളയിൽ ഒരു പണി എടുത്തിട്ടില്ല. മാറ് കൊച്ചായിരുന്നു കുട്ടിയാണെങ്കിൽ. ഇതൊക്കെ ആര് ചെയ്യുന്ന കണ്ടിട്ടിട്ട് പോയതാ? ചോറും കറിയൊക്കെ വെച്ചൊരുക്കി കൊടുത്താലും തമ്പുരാട്ടിക്ക് ഇറങ്ങുമോ? ഡ്രസ്സ് വിട്, സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറയണോ? അപ്പൊ മനസ്സിലാവും. ജോലിക്ക് പോക്ക്. മോളെ ഞാൻ കുറച്ച് രാവിലെ ലേശം എണിക്കാൻ വൈകിപ്പോയി. പിന്നെ അവൾ എന്തൊക്കെ ചെയ്യും, അടുക്കളയിൽ എന്തെല്ലാം തുടച്ചിട്ട് അവിടെ ദോശ ഉണ്ടാക്കി എന്തൊക്കെ ചെയ്യുന്നു കണ്ടു. പിന്നെ അത് അവള് കഴിച്ച് മക്കൾക്ക് രണ്ടാളിനെയും കഴിപ്പിച്ച് അവരിനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി എന്നിട്ടൊക്കെയല്ലേ അവള് പോയത്. എന്നിട്ട് ചോറ് കൊടുത്തേക്കണ്ട അച്ഛൻ എന്നെ വഴക്ക് പറയായിരുന്നു. ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ മോള് പോയത്. ശമ്പളം കിട്ടിയ പൈസ മുഴുവനും കയ്യിൽ തന്നെ ഇല്ലേ? അതുകൊണ്ട് ഹോട്ടലിനോ ക്യാൻറ്റീനോ മുപ്പത്തേക്ക് ഇഷ്ടമുള്ളിടന്ന് കഴിക്കാലോ. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പിണങ്ങിന്ന് ഒരു പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാ ഈ കുട്ടി എന്ത് അങ്ങോട്ട് മാറ്. ഇത് ഇവിടെ തന്നെ കുട്ടിയും ചട്ടിയും എല്ലാം ആയിട്ട് ഇവിടെ തന്നെ തമ്പടിക്കാനാ പ്ലാൻ. ഇവർക്ക് മാറി താമസിച്ചൂടെ? ബാക്കിയുള്ളവരെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് നിന്റെ അമ്മയല്ലേ ജോലിക്ക് പോയത്? അങ്ങോട്ടേക്ക് പോയിക്കേ. എല്ലാ പണി വിട്ടിട്ട് പോയാലും ഞങ്ങൾക്ക് പറ്റുമോ അതൊക്കെ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട്? പോ, അച്ഛന്റെ വീട്ടിലേക്ക് പോ. എന്തൊരു ശല്യാന്നറിയോ ബാക്കിയുള്ളവരെ സ്വൈരങ്ങളെ. അതിന് നിന്നെ അവൾ എന്ത് ശല്യം ചെയ്ത്? അവൾ ജോലിക്ക് പോകുന്നു, അവളുടെ പാട് നോക്കി വരുന്നു, ഇരിക്കുന്നു, പിറ്റേ ദിവസം ജോലിക്ക് പോകുന്നു, മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു. നിന്റെ അടുത്ത് എന്തെങ്കിലും വരും എടുക്ക എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അവള്? ഇല്ലല്ലോ. പിന്നെ എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ജോലിക്ക് പോകുന്നു വരുന്നു, അവളെ പാട് നോക്കി ഇരിക്കുന്നു. കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടെങ്കിലേ അവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ അറിയണം. അല്ലാതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഓടിച്ചാടി ഇങ്ങോട്ടേക്ക് വരികയല്ല വേണ്ടത്. ഇവിടെ വേറെ ആരുമില്ല. എന്തിന്? ആങ്ങളയ്ക്ക് കല്യാണം കഴിഞ്ഞു, ആങ്ങളെന്റെ ഭാര്യ ഇവിടെ ഉണ്ട്, അവർക്കൊരു ജീവിതം ഉണ്ട്. അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ടേ പെങ്ങന്മാരായിട്ടുണ്ടെങ്കിൽ? ഇതിപ്പോ താങ്ങാൻ ആളുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത്രയും തളർച്ച. അല്ലെങ്കിൽ കാണായിരുന്നു. ഇവിടെ എന്തിനേതിനും വാമോളെന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാ. അല്ലെ അവിടെ തന്നെ ഇരുന്നേനെ. എന്താ അമ്മേ, അമ്മേ. ആ അച്ഛ, എന്താ മോളെ നേരത്തെ? ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങി അച്ഛാ. ഇന്നലെ ശമ്പളം കിട്ടിയതല്ലേ, അപ്പൊ ഞാൻ വിളിച്ചു കുറച്ച് തുണികളൊക്കെ എടുക്കാന്ന്. അങ്ങനെ ഇറങ്ങിയതാ. ആ മോളെത്തിയോ? ഇന്ന് നേരത്തെ ഇറങ്ങുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളെവിടമേ? ഞാനവർക്ക് ഒന്നും വാങ്ങിയിട്ടില്ല. ഒന്നും വേണ്ട മോളെ, അവ ഹേവ് കുഞ്ഞിനും കൂടി പുറത്തു പോയിരിക്കുന്നു. പിന്നെ ഭാവിക്കുള്ളതൊക്കെ അച്ഛൻ രാവിലെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിട്ട് വന്നു. ആപ്പിളൊക്കെ കഴിപ്പിച്ചിട്ട് ഉറക്കിയിരിക്കുക. അച്ഛാ അതാ ഞാനൊരു പാൻറ് എടുത്തിട്ടുണ്ട്. മെറ്റീരിയലാണ്. ഷർട്ട് പീസ് ഉണ്ട്. ഇഷ്ടമായി നോക്കച്ചാ. എന്തിനാ മോളെ ഇതെല്ലാം എടുത്തിപ്പോ? നെരിക്കും കുഞ്ഞുങ്ങൾക്ക് മാത്രം എടുത്താൽ മതിയായിരുന്നു. അത് സാരമില്ല അച്ഛാ, എനിക്ക് ശമ്പളം കിട്ടിയതല്ലേ. പിന്നെ അത് അമ്മയ്ക്കുള്ള മാക്സിയാ. എനിക്ക് ഇഷ്ടപ്പെടുന്നൊന്നും എനിക്ക് അറിയില്ല, കണ്ടപ്പോ ഞാൻ എടുത്തു. പിന്നെ മീനു ഇടമേ? അവള് റൂമിലുണ്ട് മോളെ. ഞാനേ മീനൂനൊരു ടോപ്പ് എടുത്തിട്ടുണ്ട്. അത് മോൾ അതിൽ തന്നെ വെച്ചോ, ഞാൻ പിന്നെ വിളിച്ചു കൊടുക്കാം അവൾക്ക്. ഇതെനിക്ക് കണ്ടപ്പോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തതാ. മീനൂന് ഇഷ്ടാവുന്നൊന്നും എനിക്ക് അറിയില്ല. നന്നായിട്ടില്ലേ? ഞാനിവിടെ വെക്കാം, എടുത്തു കൊടുത്താ മതി. ഡ്രസ്സൊക്കെ അവിടെ ഇരിക്കട്ടെ. മോള് സാരിയൊക്കെ മാറ്റി ചായ കുടിക്കും. ചായ കുടിക്കാം. പിന്നെ എന്താച്ചാ, ഞാനേ കുറച്ച് പൈസ എടുത്താ ചെലവിനുള്ളത്. ബാക്കി പൈസ ബാങ്കിൽ തന്നെ ഉണ്ട്. ഇതിലൊരു 7000 രൂപയുണ്ട്. ഇത് അച്ഛൻ വെച്ചോ, ഞങ്ങളുടെ ചെലവിനുള്ളതാ. മോൾ എന്തിനാ ഈ പൈസ എടുത്തത്?
മോളെ എല്ലാ മാസം ശമ്പളം കിട്ടുന്നത് തരിക? നീ വേറൊരാളാണോ? ഞങ്ങളുടെ മോളിൽ നീ കഴിഞ്ഞ മാസം തരുന്നു, ഈ മാസം കൊണ്ട് തരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ കേട്ടോ. മോൾ എന്തിനീ ശമ്പളം കിട്ടുമ്പോഴൊക്കെ ഇവിടെ കൊണ്ട് തരുന്നത്? നിന്റെ പൈസ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. നിനക്കും കുട്ടികൾക്ക് ഇനിയും കുറെ ആവശ്യങ്ങൾ വരും. ശമ്പളം കിട്ടി നിന്റെ കാര്യത്തിന് മാത്രം എടുക്കുക, ബാക്കി അങ്ങനെ ബാങ്കിലിട്ടോ. ഇവിടെ അച്ഛൻ പോകുന്നില്ലേ, പിന്നെ അവനും പോകുന്നില്ലേ? ഇവിടെ നിന്റെ കൊണ്ട് ആവശ്യമില്ല മോളെ. ഇവിടെ നമുക്ക് വേണ്ടതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയാൻ അമ്മ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്നുണ്ടോ? അമ്മ എവിടേക്കും പോകുന്നില്ലല്ലോ, മിണ്ടാതെ ഇവിടെ ഇരിക്കുന്നല്ലേ ഉള്ളൂ. അച്ഛനും ഏട്ടനും പണിയെടുത്ത് കൊണ്ടുവരുന്ന പൈസയല്ലേ, അതും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടായിക്കൊണ്ടിരുന്നതാ. അച്ഛനെ പൈസ വാങ്ങിക്കേ. ഇവിടെ ആർക്കും ഒന്നും വെറുതെ കിട്ടില്ല. ഭക്ഷണം കഴിക്കണമെങ്കിലേ കുറച്ച് ചെലവൊക്കെ ഉണ്ട്. മോളെ, നീ എപ്പോഴും ഇങ്ങനെ അടിയിൽ വന്ന് ഓരോന്നോരോന്നോരോന്ന് പറയല്ലോ. നിനക്കെന്താ ഇത്രയും പൊള്ളേ? നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിട്ട് ഇവിടെ വല്ല ചെലവ് കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിന്റെ ഭർത്താവിന്റെ അടുത്തും വാങ്ങുന്നില്ല. അന്ന് തുടങ്ങി ഇന്ന് വരെയും ഇവിടെ അച്ഛൻ തന്നെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അത് കാരണം എന്റെ മോൾക്ക് ഒരുപാട് പൊള്ളണ്ട കേട്ടോ. കുറെ ആയി ഞാൻ കേൾക്കുന്നു. എന്റെ കുട്ടി വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഓരോന്നോരോന്ന് പറയേ. നീ എന്താ വിചാരിച്ചു ഞങ്ങൾ ആരും ചെവിയൊന്നും കേൾക്കണ്ടിരിക്കുന്നവരാണെന്നാ? അച്ഛാ ഇത് വെച്ചു. നീ ഒരു ചുരിദാർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, അവിടെ ഉണ്ട്. കിവിക്കൂട്ടാ ഉറക്കത്തിന് മമ്മി മോളെ നീ ഇപ്പൊ ഇത് കുടിക്ക്. ആ ഞാൻ കുടിക്കാം. അമ്മ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? അവള് പറഞ്ഞാലും കാര്യമില്ല. എൻ്റെ ഒരവസ്ഥ ഇങ്ങനെയായി. അല്ലെങ്കിൽ എന്തിനാ അമ്മേ എന്നെ തിരക്കിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോയത്? എത്ര സന്തോഷത്തോടെ കഴിഞ്ഞത്. ഇപ്പം ജീവിതം ഇങ്ങനെയായി പോയില്ലേ. കല്യാണം കഴിഞ്ഞ പിന്നെ കണ്ണീര് തോർന്നിട്ടില്ല. അടിയും വഴക്കും. ഇപ്പം ആരാരും ഇല്ലാണ്ടായി. സ്വന്തം വീട്ടിൽ അന്യം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാരമായിട്ട് ഞാനിവിടെ നിൽക്കണ്ട. കുറച്ച് ദിവസമായി ഞാനും വിചാരിക്കുന്നു കുട്ടികളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചാലാണ്. അതായിരിക്കുമേ നല്ലത്. അല്ലെങ്കിൽ വെറുതെ അച്ഛനും അമ്മയ്ക്കും ഞാനായിട്ട് എന്തിനാ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? മോൾ എന്തൊക്കെയാ പറയുന്നത്? ഈ ചെറിയ മക്കളിനെയും കൊണ്ട് മാറി താമസിക്കേ? ആര് നിന്റെ കൂടെ ഉണ്ട്? ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയല്ലേ? മോൾ എന്തിനെങ്ങനെയൊക്കെ പേടിക്കുന്നു? ആരെയെ പേടിക്കുന്നു? നിന്നെ പോലെ ഒരു പെൺകുട്ടിയാണല്ലേ അവള്. അവൾക്കും ഇല്ലേ വീട്ടില് എല്ലാവരും അച്ഛനും അമ്മയും ആങ്ങളെയൊക്കെ. ഇപ്പൊ നിന്റെ അതേ അവസ്ഥ അവളുടെ ഭർത്താവ് ഇവിടെ ചെയ്യുകയാണെങ്കിലോ ഇവളിവിടെ ഇരിക്കുവോ? ഇല്ലല്ലോ. അപ്പൊ അവൾക്ക് വീട്ടിൽ പോയി നിൽക്കേണ്ടി വരില്ലേ? എന്തോ അവൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയപ്പോ നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയേ. മോൾ ഒന്നും നോക്കണ്ട. ഇന്ന് ഞാനും അച്ഛനും ഇല്ലേ, നീ വേറെ എല്ലാവരെയും വിട്. മോൾ ധൈര്യമായിട്ടിരിക്കേ. നിന്റെ കൂടെ എന്നും ഞങ്ങളുണ്ടാവും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. മുൻപോട്ടേക്ക് ഇങ്ങനെ എങ്ങനെയാ പോകുന്നത് ആ കാര്യം മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ നീ എന്തിനു പേടിക്കണം? ഒരാളിന്റെ കീഴിലൊന്നും കഴിയുന്നില്ലല്ലോ. നിനക്കും കുട്ടികൾക്കും വേണ്ടത് ഇഷ്ടം പോലെ നീ സമ്പാദിക്കുന്നുണ്ട്. മോളി ചായ കുടിക്കി, കുഞ്ഞിനെ കിടത്തിയിട്ട് വാ. ഇവിടെ വെക്കമ്മ. മീനു, ഞാൻ ഒരു കാര്യം പറയാലോ. എന്റെ മോൾ അത്രയും സഹിക്കാൻ വയ്യാണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞ് ഇതൊക്കെ പേടിച്ചിട്ട് എന്റെ കുട്ടിനെ കൂട്ടിക്കൊണ്ട് വരാതെ നീ സഹിച്ചിരിക്കും മോളെ മറ്റേ എന്റെ കുട്ടി എത്ര കാലം അവിടെ ഇരുന്ന് ഒരു ഗതി ഇല്ലാണ്ടല്ലോ അവൾ ഇവിടെ വന്നിരിക്കുന്നത്. നിനക്ക് എന്താ മനസ്സിലാവാത്തത്? നിന്റെ ഭർത്താവാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നീ ഇരിക്കും ഇവിടെ? ഇരിക്കില്ല. നിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. എന്റെ മോളെ മുൻപിൽ വെച്ചിട്ട് ഞാൻ അവളെ വേദനിപ്പിക്കാൻ ഞാൻ താങ്ങാനുള്ള ശക്തിയില്ല അവൾക്ക്. അവൾ അത്രയും വേദനിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ. നിന്നെ അവൾ ഒന്നും ചെയ്യാനും വരുന്നില്ല മോളെ. പിന്നെ എന്തിനാ അവൾ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? എന്റെ കുട്ടിയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ഇന്ന് ഞങ്ങളില്ല അവൾക്ക്.
അതിനൊരു കാര്യം ചെയ്തോ, അല്ലെങ്കിൽ എന്റെ മോൾക്ക് അത്രയും സഹിക്കാൻ വയ്യെങ്കിൽ കുറച്ച് നീ നിന്റെ വീട്ടിൽ പോയി നിന്നോ. എന്നാൽ എന്റെ മോളെ ഇവിടെ ഞങ്ങൾ ഇറക്കി വിടില്ല. നീ ഒരു പെൺകുട്ടിയല്ലേ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പാവം എന്റെ കുട്ടി.